നമസ്കാരം. ഈ ഓണക്കാലത്ത് സി മലയാളം ന്യൂസിനൊപ്പം അതിഥികളായുള്ളത് കമ്മട്ടം എന്ന വെബ് സീരീസിൻ്റെ ഏറ്റവും പ്രധാന നടനും ഒപ്പം അതിൻ്റെ പിന്നണിയിലുള്ള ആൾക്കാരും, സംവിധായകനും ക്യാമറാമാനും, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നടനും. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. സുദേവ് നായർ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ സ്ക്രീനിൽ കാണുക. സ്ക്രീനിലല്ല, ഇതിപ്പം സിയുടെ OTT-യിലാണ്, C5-ലാണ്. അതും ഓണക്കാലത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ, ഇൻവെസ്റ്റിഗേഷൻ വെബ് സീരീസ്. ഈ വെബ് സീരീസുകൾ ഏകദേശം മൊത്തം ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണെന്ന് പറയണം. 1-2 എണ്ണമൊക്കെ വെച്ച് നമ്മൾ മലയാളികൾ പൊതുവേ കണ്ടതിൽ. സംവിധായകനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ കാണുന്നുണ്ട് തൃശ്ശൂസ് മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ് എന്ന്. എന്നാൽ അധികം ഇതിനെപ്പറ്റി പറയുന്നില്ല എന്നൊരു ധാരണയും കൂടെ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പ്രാഥമികമായിട്ട് ഈ വെബ് സീരീസിനെ പറ്റി പറയാം? നമ്മുടെ ഈ ഒരു കഥ ആലോചിക്കാൻ തന്നെ നമുക്ക് അറിയാവുന്ന, നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ക്രൈമുകൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ തൃശ്ശൂർ നടന്ന ഒരു ക്രൈം. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് 3-4 ക്രൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സീരീസ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇത് അതേപോലെ എടുത്ത് അവിടേക്ക് പ്ലേസ് ചെയ്യുകയല്ല. നമ്മുടെ കഥയിലുള്ള കഥാപാത്രങ്ങൾ അവരുടെ ഇടയിലാണ് ഇത് സംഭവിച്ചെങ്കിൽ എങ്ങനെയാവും എന്ന് തന്നെയാണ് കാണിച്ചുകൊണ്ട് പോയേക്കുന്നത്. ആവശ്യമുള്ളൊരു മാറ്റം. ഈ പറഞ്ഞതുപോലെ സംഭവം നടന്നതുപോലെ പകർത്താൻ നമുക്ക് പറ്റില്ല, എന്നാൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റും കൂടെ ഒക്കെ ചേർത്ത്. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ 6 എപ്പിസോഡുകളാണ്. നമ്മൾ ഈ പണ്ട് ഈ വാരികകളൊക്കെ വായിക്കുന്ന സമയത്താണ് ഓരോ എപ്പിസോഡിൻ്റെ അവസാനം കൊണ്ട് ഇനി അടുത്തത് എന്ത്, അങ്ങനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ വെബ് സീരീസ് മുന്നോട്ട് പോകും. സ്ക്രിപ്റ്റിലും ഒക്കെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നതാണ് വിചാരിക്കുന്നത്. 100%. കാരണം ഇപ്പം ആന്റോണിയോ ജോർജ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ ഒരു ജേണി ഉണ്ട്. ആ ഒരു ജേണി ആ എപ്പിസോഡ് ബേസ് ചെയ്ത് പോകുന്ന നല്ലൊരു ഓരോ സ്ഥലത്ത് കൊണ്ട് നമ്മൾ എത്തിക്കുന്നതും അവിടെ നിന്ന് പുള്ളിക്ക് കിട്ടുന്ന മറ്റൊരു ഉത്തരവും, ആ ഉത്തരം തേടിയുള്ള യാത്രയായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാർക്കും മനസ്സിലാവും. കാരണം സാധാരണക്കാരനായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് ഇതിനകത്ത് ആന്റോണിയോ ജോർജ്. അപ്പോൾ അത് സാധാരണക്കാർക്കും അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയും. അദ്ദേഹത്തെ പറ്റി, സുദേവ് നായരെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളിലാണ്. ഒരിക്കലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ഭാഗ്യം കൂടെ കിട്ടിയിട്ടുള്ളൊരു ആക്ടറാണ് ശ്രീ സുദേവ് നായർ. വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. കാര്യത്തിൽ താങ്കൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാകുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു സെലക്റ്റീവ് വേഷമാണോ, എങ്ങനെയാണ് ഇതിനെ കാണുക? അതെ, ഞാൻ ഒരു വേഷം ചെയ്യണം എന്ന് എനിക്ക് കൺവിൻസ് ആവണമെങ്കിൽ അതിൽ ഞാൻ ഫുള്ളായിട്ട് ട്രസ്റ്റ് അതിൽ പ്ലേസ് ചെയ്യണം. അതിനെൻ്റെ ഒരു അൺഒഫീഷ്യൽ ക്രൈറ്റീരിയ ഉണ്ട്. അതിൻ്റെ വളരെ ഒരു സെലക്ഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കഥ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനിയിപ്പോൾ ഈ കഥ എക്സിക്യൂട്ട് ചെയ്യാൻ വെബ് സീരീസാണ്, ഫിലിമല്ല. അപ്പോൾ വെബ് സീരീസിൻ്റെ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഡയറക്ടർക്കുണ്ടോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആദ്യം ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഷാനിനെ മീറ്റ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ നടത്തി എനിക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഷാനിന് വളരെ അധികം കൺവിക്ഷനുള്ള ആളാണ്. ഇത് വെറും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കാണുന്ന ആളല്ല. ഇതിനെ സീരിയസ്ലി എടുത്ത് ഇതിൻ്റെ പ്രോപ്പർ പ്ലാനിങ് ചെയ്ത് ഇതിനെങ്ങനെ സിനിമാറ്റിക്കായിട്ട് തന്നെ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ ഫൈനൽ പോളിഷ്ഡ് പ്രൊഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർ പ്ലാനിങ്ങും നോളജും എക്സിക്യൂഷൻ ചെയ്യാനുള്ള കഴിവുമുള്ള ഒരാളാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കമ്മിറ്റായത്. പിന്നെ ഒരിക്കൽ കമ്മിറ്റായാൽ പിന്നെ ഞാൻ ഫുള്ളായിട്ട് അതിനകത്ത് ട്രസ്റ്റ് ചെയ്ത് കമ്മിറ്റാകും. പിന്നെ അതിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എന്തൊക്കെയാണ് ചോദിച്ചത്? ഈ പറഞ്ഞ പോലെ നമുക്ക് കൺവിൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട്, സംവിധായകൻ്റെ കഴിവിളക്കാനും വേണ്ടിയിട്ട്. സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ കഥയുടെ ഒരു സിനോപ്സിസ് കേട്ടതിന് ശേഷമായിരിക്കുമല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സംവിധായകൻ്റെ സിൻസിയറിറ്റി ആണ്. എത്ര സിൻസിയറിറ്റിയോടെയാണ് റിപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ വലുതാക്കി പറയുമല്ലോ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകണം, അങ്ങനെയാണ് ചെയ്യാൻ പോകണം, അതാണെന്ന് പറയണത് അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. എത്ര സിൻസിയറിറ്റി ഉണ്ട് ഈ പ്രൊജക്റ്റിനോട്, എത്ര സിൻസിയറിറ്റി ഉണ്ട്. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലോജിസ്റ്റിക്കൽ കുറേ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ
കൗണ്ടർ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി എന്തൊക്കെ സൊല്യൂഷൻസാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ 11 days മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇത്രയും വലിയ സീരീസ്, ഇത് ഓൾമോസ്റ്റ് ഇത് പ്രോപ്പർ ഫീച്ചർ ലെങ്ത് സംഭവമാണ്. നമ്മളൊരു ഫീച്ചർ ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഇതിനെ ഷൂട്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫീച്ചർ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 25 to 30 days മിനിമം നമുക്ക് വേണം. എത്ര അതാണ് ഈ 11 ദിവസം കൊണ്ട് അതാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ എന്താണ് പ്ലാൻ? നന്നായിട്ട് പണിയെടുപ്പിച്ചാണ്. അതെ, നമ്മൾ ഡേയ്സ് നോക്കുമ്പോൾ 11 ഉള്ളൂ, പക്ഷെ അവേഴ്സ് നോക്കുമ്പോൾ 40 days അവേഴ്സ് ഉണ്ട് അതിനകത്ത്. അതായിരുന്നു പ്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഒരു സ്ട്രഗിൾ ഉണ്ടാവും, നമുക്കൊരു ഫിസിക്കൽ സ്റ്റാമിന അതിന് വേണം എന്നൊക്കെ മനസ്സിലായി. പക്ഷേ അതിൻ്റെ ഒരു ഓണസ്റ്റിയും സിൻസിയറിറ്റിയും ഉണ്ട്. അല്ലാതെ നമുക്കത് ചെയ്യാം, അത് അങ്ങനെയാണ് സുദേവ് സാറിന് അതിന് ബോദർ ചെയ്യേണ്ട, റിലാക്സ്ഡ് ആയിരിക്കും എന്നൊക്കെ അങ്ങനെയല്ല പറഞ്ഞത്. വളരെ സിൻസിയറായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്. അങ്ങനെയാണ് അതിൽ ഞാൻ കമ്മിറ്റ് ചെയ്തത്. ഈ ലൊക്കേഷൻ ചേഞ്ചുകൾ ഈ പറഞ്ഞ പോലെ ഈ 11 ദിവസം കൊണ്ട് ഒരു ഫീച്ചർ ഫിലിം 30-40 ദിവസം എടുത്ത് ഷൂട്ട് ചെയ്യുന്ന സംഗതി, ഇത് ഈ എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന അത്രയും ഭാഗമായിരിക്കില്ലല്ലോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടുന്ന ലൊക്കേഷൻ ചേഞ്ചുകൾ, കാര്യങ്ങൾ ഈ 11 ദിവസത്തിനകത്ത് എങ്ങനെയാണത് മാനേജ് ചെയ്തത്? അത് ആക്ച്വലി പ്രീ പ്ലാൻ തന്നെയായിരുന്നു. നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത പ്രീ പ്രൊഡക്ഷനാണ്. ലൊക്കേഷൻ ഹയർ ചെയ്യുക. പിന്നെ ഞാൻ സീൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതിന് എനിക്ക് ഫേവറാവുന്ന എൻ്റെ ടെക്നീഷ്യൻ സൈഡ്, ആർട്ടിസ്റ്റ് സൈഡ്, അപ്പം അതെല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഷാൻ്റെ ഇഷ്ടത്തിന് എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രൊഡക്ഷൻ ആണെങ്കിലും അതിൽ സീനാണെങ്കിലും എനിക്ക് തന്ന റിപ്പോർട്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മളൊരു എന്താ പറയുക, നമുക്ക് ലൊക്കേഷൻ ഹയർ ചെയ്തു, ഈ എഫക്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്ര സീൻസ് എടുക്കണം. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ആദ്യം തന്നെ ക്യാമറാമാൻ പ്രകാശ് ചേട്ടൻ, അതേപോലെ എഡിറ്റർ രതീഷ്, ആർട്ട് ഡയറക്ടർ അരുൺ, അവരൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ ഓരോന്ന്, ഇപ്പം ഈ സീൻസ് എടുക്കണമെങ്കിൽ ഈ എഫക്ട്സിൽ ഇതും കൂടെ എടുത്തുകൂടെ എന്ന് പ്രകാശ് ചേട്ടൻ ചോദിക്കുന്നു. അതേപോലെ അതിനനുസരിച്ച് ചാർട്ടിൽ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പം ആ ഡയറക്ടർ പറയുന്നു ഈ പറയുന്ന പോലെ ഈ ഒരു സീൻ ഇവിടെ ഇത് തീർത്താൽ എനിക്ക് അടുത്തത് പോയി ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഇത് തീർത്തൂടെ, അതിനനുസരിച്ച് ചാർട്ട് ചെയ്യുന്നു. അപ്പം എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം 6 episodes ലെയേഴ്സ് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ എടുക്കുന്നതെല്ലാം ആ എപ്പിസോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഞെരുക്കി എന്ന് പറഞ്ഞാൽ മതി ഈ പറഞ്ഞ മുഴുവൻ. അതെ. അതിനൊപ്പം എനിക്ക് ആർട്ടിസ്റ്റും കൂടെ നിൽക്കണം. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എനിക്കൊപ്പം നിന്നു. അല്ലെങ്കിൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ യുദ്ധത്തിന് കൂടെ നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്, നന്നായിട്ട് നടന്നതും. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ നല്ല ആർട്ടിസ്റ്റുകളെയും അതേപോലെ നല്ല ടെക്നീഷ്യൻസിനെയും മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാമറമാൻ ശ്രീ പ്രകാശ് വേലായുധൻ ചെറിയ കക്ഷിയൊന്നുമല്ല, വലിയ കമൽ സാറിൻ്റെ പടങ്ങൾ പോലെയുള്ള വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം സീരീസുകളുടെ ഒരു കാലമാണല്ലോ, വെബ് സീരീസുകളുടെ ഒരു കാലം. ഇത് രണ്ടും തമ്മിൽ ഷൂട്ട് ചെയ്യുന്നതിന് വലിയ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ്? ബേസിക്കലി ഇതൊരു നമ്മൾ ഫീച്ചർ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു സ്കോപ്പ് ഫോർമാറ്റിലാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇത് സിയുടെ ഭാഗത്ത് നമ്മൾ 16:9 എന്ന് വെച്ചാൽ ഫുൾ ഫ്രെയിമിലാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളൊരു ലോങ് നരേറ്റീവ് ഫീച്ചർ ഫിലിം സ്വഭാവമുള്ള ഒരു വർക്ക് ഈ 16:9 ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോമ്പോസിഷനിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഫീച്ചർ ഫിലിം പോലത്തെ ഒരു സംഭവം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സ്കോപ്പിലാണ് ആൾക്കാർ കണ്ടുപരിച്ചത്, നമ്മളുടെയും എക്സ്പീരിയൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിലാണ്. അപ്പോൾ അങ്ങനെ ഒരു TV ഫോർമാറ്റിൽ ഈ ഒരു സിനിമാറ്റിക് സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബേസിക്കലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്കോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളിപ്പോൾ 1:2.39 എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് റേഷ്യോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സിനിമാ സ്കോപ്പ് എന്നുള്ള വിചാരത്തിലാണ് ഇരുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതെ. റേഷ്യോ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാകണമെന്നില്ല. അല്ല, ബേസിക്കലി അപ്പോൾ നമ്മൾ TV കാണുമ്പോഴാണെങ്കിലും തിയേറ്ററിൽ കാണുമ്പോഴാണെങ്കിലും നമ്മളൊരു ലോങ് എന്താ പറയുക, മുകളിലും താഴെയും 2 ബോർഡർ. അതെ, നമ്മൾ സിനിമ കാണുന്ന പണ്ട് 70 mm എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫോർമാറ്റിൽ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ TV ആണല്ലോ മെയിനായിട്ട്, OTT-യിലല്ല. അപ്പോൾ TV ഫുൾ സ്ക്രീനിലാണ്ട് ഇത് വരിക. അപ്പോൾ അതിന് നമ്മളുടേതായിട്ടുള്ള നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടുള്ള ശീലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഈ വർക്കിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഓൺ ദ വേ നമുക്കത് റിയലൈസ് ചെയ്യായിരുന്നു, നമ്മളിത് എങ്ങനെ ക്രാക്ക് ചെയ്യും എന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് കുറച്ചും കൂടിയും നമുക്ക് ഈ ആക്ടേഴ്സിനെയൊക്കെ പ്രസൻറ്റബിലിറ്റി കുറച്ചും കൂടി കൊടുക്കാൻ പറ്റും.
കുറച്ചും കൂടി നമ്മൾക്ക് ഡയറക്റ്റ് അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം കാണുന്ന കൂടുതൽ ആൾക്കാരും കാണുന്നത് മൊബൈലിലാണ് എന്നുള്ളത് കൊണ്ട് അതിന് പറ്റിയ ഒരു പ്രസൻറ്റബിലിറ്റി അങ്ങനെയാണോ? ബേസിക്കലി അതാണ് അതിൻ്റെ തോട്ട് ബിഹൈൻഡ് ദാറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കാര്യം. നമ്മൾ TV ഫോർമാറ്റിൽ കാണുമ്പോൾ നമുക്ക് ഫുൾ ഫ്രെയിമിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഡിസിഷനാണ്, സിയുടെ ഭാഗത്തു നിന്നുള്ള ഡിസിഷനാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് എന്നുള്ള രീതിയിലാണ് TV ഫോർമാറ്റിൽ. അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ്. ഈവൻ നമ്മൾ ഷോട്ടുകൾ എടുക്കുമ്പോൾ പോലും കുറച്ചൊക്കെ എന്താ പറയുക, ആ ഒരു കോമ്പോസിഷനിലൊക്കെ അങ്ങനത്തെ ഒരു രീതി നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ കാഴ്ചയിലുള്ള ഡിഫറൻസ് ഈ പറഞ്ഞ ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിന് ആക്ച്വലി. നാളെ തൊട്ട് ആൾക്കാർ കാണുകയാണ്, ഫ്രഷ്നെസ് അവർ കാണുകയും പറയുകയും ചെയ്യണം എന്നുള്ളതാണ്. അതെ അതിപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു പരീക്ഷ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഷാൻ എൻ്റെ അടുത്ത് പറയുകയാണ് സിയുടെ ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ബഡ്ജറ്റും ഒരുപാട് ദിവസങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു പ്രൊജക്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഡീറ്റെയിൽ സംസാരിക്കുന്നു. അപ്പോൾ കറക്റ്റാണ്, അതിന് മാത്രമുള്ള ലൊക്കേഷൻസ് ഉണ്ട്, 50+ ലൊക്കേഷൻസ് ഉണ്ട്, അത്രയും സീക്വൻസുകളുണ്ട്, നൈറ്റ് സീക്വൻസുകളുണ്ട്, ആക്ഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതിലൊരു 50 അല്ലെങ്കിൽ 60 ഡേയ്സ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ എല്ലാ ഡിസ്കഷനും ശേഷം ലാസ്റ്റ് ഷാൻ പറയുന്നത് നമ്മുടെ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് സ്പോസ് ചെയ്യാണ്. ഡേയ്സ് എന്ന് പറയുന്നത് 11 ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചു, പിന്നെ നോ പറയാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ യെസ് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒരു പരീക്ഷ പോലെയാണ്, 2 ലെവലുള്ള ഒരു പരീക്ഷ. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, നമ്മളത് ഈ 11 ഡേയ്സിൽ ആ പ്രാക്ടിക്കൽ എക്സാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സി വന്നു, അവർക്ക് കണ്ടു, അവർക്ക് ഓക്കെ. ഇനിയുള്ള മെയിൻസ് എന്ന് പറയുന്ന എക്സാം ഇനി ആൾക്കാർ കണ്ടിട്ടാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയുണ്ടെന്ന് അറിയണം. ഈ ജിൻസ് ഭാസ്കർ വളരെ യങ്ങായിട്ട് ചാമിങ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ യൂസ് ചെയ്തത്? ഞാൻ പറഞ്ഞ് തിരുത്തിയിട്ടില്ല, ആളൊരു കിളവനാണെന്ന് പറയാനുള്ള പരിപാടിയാണ്. മൈക്കൊക്കെ തിരിച്ചു കൊടുത്തു. ആക്ച്വലി ഞാനും ജെൻസ് ബ്രോയും ഒരു 8-9 വർഷത്തിന് മുന്നേ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടാണ്. അന്ന് പോലെ നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മൾ തമ്മിൽ. അപ്പോൾ ഈ ഒരു സംഭവം എഴുതുമ്പോൾ തന്നെ ഈ ഒരു അയ്യപ്പദാസ് ആളുടെ ഒരു ക്യാരക്ടർ രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറയും, ഞാൻ എന്തായാലും സിയിൽ ഞാൻ അപ്രോച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ സംഭവം ചെയ്യണം എന്ന് പറഞ്ഞു. അവരെപ്പോഴും ഓക്കെ പറഞ്ഞു. ജെയിംസ് ബ്രോ അവർക്കും അറിയാം ഇന്ന പടങ്ങളുടെ ഒക്കെ റെഫറൻസുകൾ എടുത്തിട്ട് അവർ പറഞ്ഞു ഓക്കെയാണ് ഷാൻ, പുള്ളിയെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുന്നു. ഏറ്റവും അവസാനം ഈ പ്രകാശ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാണ്, അതെ നമ്മൾ മുഴുനീള ക്യാരക്ടറാണ്, 11 ഡേയ്സാണ് ഷൂട്ട്, ഇരിക്കാനും കിടക്കാനും ഒന്നുള്ള സമയമില്ല, കട്ടയ്ക്ക് നിന്നേ പറ്റുള്ളൂ ബ്രോ, സുദേവ് ബ്രോ സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ബ്രോ നമുക്ക് ചെയ്യാം. ആ ഒരു നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. ആൾക്കാരല്ലേ, കൂടെ ഓടാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെന്താ, അപ്പോൾ അതിന് പ്ലസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അയ്യോ ഇതൊക്കെ എങ്ങനെ നടക്കും എന്നല്ല ചോദിക്കുന്നത്, നമുക്ക് ചെയ്യാം ബ്രോ എന്ന് പറയുന്ന കിട്ടുന്നൊരു എനർജി ഉണ്ട്. ആ എനർജി തന്നെയാണ് ഇത് അവസാനം വരെ പോയത്. ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അത് പറഞ്ഞു കേട്ടപ്പോൾ. ജിൻസ് പറയണോ അത്? ഇല്ല, ഞാൻ ബേസിക്കലി ലൈഫിൽ കാശൊക്കെ തന്നു. കാശ് നമുക്ക് വേറെ പണി ചെയ്തിട്ടുണ്ടാക്കാം, പക്ഷേ ഈ പറയുന്ന സന്തോഷം തരുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ലൈഫിൽ വിശ്വസിക്കുന്ന ഏറ്റവും ആത്മാർത്ഥമായും സത്യസന്ധമായും ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്ത അതിൻ്റെ റിസൾട്ട് ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ അപ്പാർട്ട് ഫ്രം ഷാൻ ഒബ്വിയസ്ലി ചെയ്യണം, ആസ് എ ഡയറക്ടർ കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ ഷാൻ അപ്പുറത്തേക്ക് ഇതിലുള്ള ഈച്ച് മെമ്പർ എല്ലാവരും നമ്മളത് നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്നതാണ്. കാരണം നമുക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടും, റെസ്റ്റ് എടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കാറ് പോയിരിക്കാം, അല്ലെങ്കിൽ റൂമിൽ AC പോയി കിടക്കാം. പക്ഷേ ദീസ് പീപ്പിൾ വാസ് അത് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും അവരുടെ എഫേർട്ട്, രാത്രി പകൽ, അത് അങ്ങനത്തെ ടെറൈൻസാണ്. നമ്മൾ സിറ്റി പോലെയല്ല, റബ്ബർ തോട്ടങ്ങളും മണ്ണും ചെളിയും പുകയും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കൂടെ നിന്ന് പോകും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, അവരെന്താ പറയണത് അത് ചെയ്ത് നിന്നാൽ മതി. അതിൽ നമുക്ക് 100% എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഹെക്ടിക് ആയിരുന്നു എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് ഈ പറയുന്ന 11 ഡേയ്സും ഇത്രയും വലിയൊരു പരിപാടി എന്ന് പറയുമ്പോൾ ഹെക്ടിക്കായി തോന്നും. പക്ഷേ വി റിയലി എൻജോയ്ഡ് ഇറ്റ് ഇൻ ഓൾ സെൻസ്. സുദേവ് നായരെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും മമ്മൂട്ടിക്കൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയ വലിയ ആക്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റ് അതേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണ്? എല്ലാ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ മോസ്റ്റ്ലി ഒരു ക്രീം ലെയർ മൂവീസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫഹദ് ആണെങ്കിലും ടൊവി ആണെങ്കിലും
ജയസൂര്യ അങ്ങനെ സുരാജ് ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഈ ടെൻഷനും പ്രഷറും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും നമ്മളിൽ നിന്ന് അങ്ങനെയായിരിക്കും. വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം, അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ എന്തായാലും ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ ടെൻഷനും പ്രഷറൊക്കെ നല്ലതാണ് ആക്ച്വലി. നമ്മൾ കുറച്ചും കൂടി എക്യുപ്ഡ് ആവും, നമ്മൾ പ്രിപ്പയർഡ് ആവും, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് 100% എല്ലാം ഉണ്ടാവും. നമുക്ക് വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ബേസിക്കലി ഇത് വർക്കാണ്, നമുക്ക് പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മനസ്സും ശരീരവും ഇതിൽ അർപ്പിക്കണം എന്നുള്ളത്, ദാറ്റ് ഈസ് അവർ മോട്ടോ ആസ് ആൻ ആക്ടർ. അപ്പോൾ അത് ഇതിലും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ട്. ഈ ഷാൻ പറഞ്ഞ പോലെ വളരെ യങ് ആൻഡ് ചാമിങ് ആണെന്ന് പറഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞ് മൈക്ക് മേടിച്ചിട്ട് പ്രായം കൂടെ പറയുന്നോ? പ്രായത്തിലൊന്നും കാര്യമില്ലല്ലേ, കണ്ടില്ലേ, ജസ്റ്റ് എ നമ്പർ. മനസ്സൊരിക്കലും എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു തിരക്കഥാകൃത്തും നടനുമായ ഒരു പ്രമുഖ ആക്ടറോട് സംസാരിച്ച സമയത്ത് മമ്മൂട്ടിയുടെ അടുത്ത് കാര്യം പറയാണ്. മമ്മൂട്ടി വന്നിങ്ങനെ ഓപ്പോസിറ്റ് നിന്നിട്ട് എന്താ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ടറുടെ പകുതി കാറ്റങ്ങ് പോകും എന്നാണ് പറഞ്ഞത്. എന്താണ് കാര്യം? ഏതാണ്ട് ഒരു നിപ്പാണ് ഈ പറഞ്ഞതുപോലെ. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആ രീതിക്കാണ്. അല്ല, മമ്മൂക്കൊക്കെ ഒരു അവയർനെസ് ഉണ്ട്. മുന്നിൽ നിൽക്കുന്ന ആൾ നെർവസ് ആവും, സ്വാഭാവികമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് എബ്രഹാമിൻ്റെ സന്തതികളിൽ. ആ ഒരു സീൻ ഞാനും മമ്മൂക്കയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി അതിൻ്റെ സീനൊക്കെ കേട്ട് റെഡിയായിട്ട് കാരവാനിലിരുന്ന് റെഡിയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. മമ്മൂക്കയാണ്, പക്ഷെ ഞാനും ട്രെയിൻഡ് ആക്ടറാണ്, പ്രൊഫഷണൽ ആണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവിടെ പോയി ഇരുന്നപ്പോൾ മമ്മൂക്ക ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ടും ഞാൻ ഭയങ്കര നെർവസ്, കൈയൊക്കെ വരയ്ക്കാൻ. ഞാൻ പക്ഷേ ഇതൊക്കെ ഇത്ര 3 വർഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിൻ ചെയ്തൊക്കെ വന്നിട്ട് എന്ത് കാര്യം ഇവിടെ വന്ന് മമ്മൂക്കയുടെ മുന്നിൽ ഇങ്ങനെ നെർവസ് ആവണമെങ്കിൽ. പക്ഷെ മമ്മൂക്കയൊക്കെ ആ ഒരു അവയർനെസ് ഉണ്ട്. മമ്മൂക്കയുടെ രീതിയിൽ നമ്മളെ കംഫർട്ടബിളാക്കി, നമുക്ക് കോൺഫിഡൻസ് തന്ന്, അതേസമയം നമുക്കൊന്ന് ചെറിയൊരു ഗൈഡൻസ് ഒക്കെ തന്ന് ആ സീന് എന്നെ ഗൈഡ് ചെയ്ത് പെർഫോമൻസ് അതിൽ പ്രോപ്പറായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ സീൻ നോട്ടീസുമായി. അപ്പോൾ എനിക്ക് മമ്മൂക്ക കാരണം ആ സീൻ കഴിഞ്ഞ് എൻ്റെ കരിയർ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ആ ഒരു സീൻ മാത്രം. അത് മമ്മൂക്കയുടെ, എനിക്ക് താങ്ക് യു പറഞ്ഞേ പറ്റൂ. അത് മമ്മൂക്കയുടെ ഒരു ഗിഫ്റ്റാണ് എനിക്ക്. നമ്മൾ ഈ പണ്ട് ടി വിയിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടിരുന്ന കാലത്തും സ്ക്രീനിൽ, പിന്നെ ടി വിയിൽ മാത്രം, അവിടെ നിന്നൊക്കെ സാങ്കേതിക വിദ്യയൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ കാഴ്ചശീലങ്ങൾ തന്നെ മാറിപ്പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഉണ്ടാക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വെബ് സീരീസുകൾ ഉണ്ടാക്കലും അതിൻ്റെ ഭാഗമാകലും തിയേറ്റർ ആർട്ടിസ്റ്റുകൾ പലരും, ഇപ്പോൾ സിനിമയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പലരും വെബ് സീരീസുകൾ ഉണ്ടെന്ന് പറഞ്ഞ് സിനിമ മാറ്റി വയ്ക്കുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് പുതിയൊരു കാഴ്ചശീലത്തെ പറ്റി, അഭിനേതാക്കളുടെ ഒരു ഇത്തരം കാര്യങ്ങളുടെ ഒരു നിലപാടിനെ പറ്റി? സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. സിനിമയുടെ വേറെയാണ്. നമ്മൾ വേറെ സമയത്ത് ആസ് എൻ ഓഡിയൻസ് എനിക്ക് വേറെ സമയത്ത് വേറെ കാര്യങ്ങളായിരിക്കും വേണ്ടത്. ചിലപ്പോൾ എനിക്ക് അബ്സോർബ് ചെയ്ത് സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും വേണ്ടത്. ആ സമയത്ത് എനിക്ക് സിനിമ കാണണം, നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയി ചിലപ്പോൾ കാണണം എന്ന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിന് അത് വേണം. ചിലപ്പോൾ എനിക്ക് വെറുതെ ഒന്ന് വളരെ ക്വിക്ക്ലി എൻഗേജ് ചെയ്യാൻ, എൻ്റെ ലൈഫിലുള്ള സ്ട്രെസ്സിനെ ഒന്ന് മാറ്റി ഒന്ന് ക്വിക്ക്ലി എൻഗേജ് ചെയ്യാൻ, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എന്തെങ്കിലും ഒരു കഥ വേണം. അപ്പോൾ അതിനു വേണ്ടി നല്ലൊരു വെബ് സീരീസ്, നല്ല ഫാസ്റ്റായിട്ട് മൂവിങ്ങുള്ള വെബ് സീരീസ് വേണം. അപ്പോൾ അതിന് ആ മീഡിയം ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മീഡിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അതുപോലെ ഫുൾഫിൽ ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ വെബ് സീരീസ് ആണെങ്കിൽ ഫസ്റ്റ് 5 സെക്കൻഡ്സിൽ തന്നെ അത് എൻഗേജ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാരത് മാറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഭയങ്കര റിസ്ക്കിയാണ്, ചലഞ്ചിങ് ആണല്ലേ, ഭയങ്കര ചലഞ്ചിങ്. ഇപ്പോൾ ഒരു ഫിലിമാണെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ വലിയ ഡയറക്ടറാണ്, വലിയ ആക്ടർ അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ആസ് എൻ ഓഡിയൻസ് അതിൽ കമ്മിറ്റ് ചെയ്തിട്ടാണ് പോകണം. ഞാനിതിന് ചാൻസ് കൊടുക്കും. ഫസ്റ്റ് മിനിറ്റിൽ അത് എൻഗേജ് ആവാണ്ട് അതിന് ആ ബർഡൻ ഇല്ല, അവർ ആ ഹോംവർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ചാൻസ് കൊടുക്കുമ്പോൾ അത് ആ സ്ലോ അബ്സോർപ്ഷനിൽ നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റും. പക്ഷേ വെബ് സീരീസിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഇല്ല. ഈ കമ്മട്ട ഒരു സ്ലോ പേസിലുള്ളതാണോ, ഫാസ്റ്റ് ആയിരിക്കുമോ? ഈ ആൻ്റോണിയോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്? ഇതിനെ സ്പീഡിൽ എൻഗേജ് ചെയ്യിക്കുന്ന ഒന്നാണോ?
എങ്ങനെയാണ്? അതാണ് ഇപ്പം ആന്റോണിയോ ജോർജ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഒരു സാധാരണ അയാളുടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടി ആ ഉത്തരത്തിൽ നിന്നാണ് പുള്ളി സഞ്ചരിക്കുന്നത്, അവർ ട്രാവൽ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ പിടിച്ച് അടിച്ചോ ഇടിച്ചോ ഒന്നുമല്ല. ഇപ്പം പുള്ളിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ, ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പുള്ളി ചോദിക്കും. ആ ഉത്തരം കിട്ടുന്നത് പുള്ളിയുടെ ട്രാവൽ അവിടെ നിന്നാണ് പുള്ളി തുടങ്ങുന്നത്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധാരണക്കാർക്ക് വരെ അത് കൺവേ ആവുന്ന രീതിയിലാണ് പുള്ളിയുടെ ചോദ്യങ്ങളും. അപ്പോൾ ആന്റോണിയോ ജോർജിനൊപ്പം തന്നെ ഈ ഒരു സാധാരണയായിട്ടുള്ള പ്രേക്ഷകനും മുന്നിലേക്ക് പോവും, അവരും അതേപോലെ പോവും. അപ്പോൾ അത് എൻജോയ് ചെയ്യാനും പറ്റും. അല്ലാതൊരു മാസ് അടിച്ച് ഇടി അതൊന്നുമല്ല, ഇത് വേറൊരു മൂഡാണ്. പോലീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺവെൻഷണൽ പോലീസിംഗ് ഒന്നും അല്ല ഇതിനകത്ത്. അല്ല, ഇത് ഇപ്പം റിയലി നടക്കുന്നൊരു അന്വേഷണമാണ്. അപ്പം ഇതെങ്ങനെയാണോ അതിൻ്റെ പ്രോസസ്സ് അത് തന്നെയാണ് ഇതിലേക്കും പോയേക്കുന്നത്. അത് വ്യക്തമായിട്ട് അതിനകത്ത് നോക്കിയിട്ടുമുണ്ട്. ജിയോ ബേബിയെ പോലെ അറിയപ്പെടുന്നൊരു സംവിധായകനും നടനും ഒക്കെ ആയിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ഇതിന്? പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ ഈ മറ്റേ കേരള ക്രൈം ഫയൽസിൽ ഉണ്ടായിരുന്നു. അതെ, ഈ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഭയങ്കര സ്വാഭാവികമായി അഭിനയിക്കുന്നൊരു കലാകാരനാണ് പുള്ളിക്കാരൻ. അതേപോലെ തന്നെ ഒരു നല്ല ഡയറക്ടറുമാണ്. നല്ല സിനിമകൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത നല്ല സിനിമകളുടെയൊക്കെ ക്രിയേറ്ററുമാണ്. അപ്പം അതുപോലെ തന്നെ നമുക്കൊപ്പം നിൽക്കും. നമ്മുടെ ഡയറക്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഡയറക്ടറല്ല. അല്ല, ഒരിക്കലുമില്ല. അവർ വരുന്നത് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ നിർദ്ദേശങ്ങൾ എന്താണോ അത് ചോദിച്ചു തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു കുരുട്ട് ബുദ്ധിയും കൂടെയാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് മസ്റ്റായിട്ടും ആ ക്യാരക്ടർ ചെയ്യാൻ വേണം. രണ്ടും നമുക്ക് സമയം കുറവാണ്. അപ്പോൾ അതും കൂടെ നോക്കുമ്പോൾ ഒരു ഡയറക്ടറിന് എന്തായാലും ടൈമിൻ്റെ വില അറിയാം, ഇത് മനസ്സിലാവുന്ന ഒരാളാണ്. അപ്പോൾ അത് നമുക്കൊപ്പം നിന്ന് അത് ചെയ്യാൻ പുള്ളി പ്രാപ്തനാണ് താനും. അങ്ങനെ തന്നെയാണ് ജിയോ ചേട്ടൻ. വേറൊരു ഓപ്ഷനെ നോക്കിയില്ല, ആ ക്യാരക്ടർ ജിയോ ചേട്ടനെ കൊണ്ട് ചെയ്യിക്കാം. കാരണം അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പുള്ളിയാണെങ്കിൽ ചെയ്തോളും. ആസ് എ ഡയറക്ടറുമാണ്, പുള്ളിക്ക് നമ്മുടെ ടൈമും പരിപാടിയെല്ലാം അറിയാൻ പറ്റും. അത് ഈ പറയുന്ന പോലെ റോഡിൽ ഒക്കെ ഇരുന്ന് വേറെ ക്യാരവാനിലോട്ടൊന്നും പോവില്ല, അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് അത് തീർത്തിട്ടേ പോവുള്ളൂ. അല്ല, പുള്ളി IFF ഒക്കെ വരുമ്പോഴും ഇതാണ് ജിയോ ബേബി എന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താലേ അന്ന് പലർക്കും മനസ്സിലാകത്തുള്ളൂ. പുള്ളി ഇങ്ങനെ ഒരു ചെറിയൊരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ മുണ്ടൊക്കെ എടുത്ത് നടന്നു ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യൻ, അങ്ങനെ തന്നെ പറയാം. ഈ പടത്തിന്റെ പേരെന്താ ആണ്, ഇങ്ങനെ വെബ് സീരീസിന്റെ പേരെന്താണ് ഇങ്ങനെ? ഈ കമ്മട്ടം എന്ന് പറഞ്ഞാല് മറ്റേ നമ്മള് നോട്ട് അച്ചടിക്കുന്ന മമ്മൂട്ടി പറയുമല്ലോ ദർശനത്തിൽ, കമ്മട്ടം കൊണ്ടുവന്നാലും തട്ട് താണിരിക്കുന്ന മാരാരുടെ. എന്താണ് ഈ കമ്മട്ടം? ആക്ച്വലി അത് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആദ്യം അത് തന്നെയാണ്. സെക്കൻഡ് വൺ നമ്മുടെ ആദ്യം കോഡ് ഓഫ് ക്രൈംസ് എന്നായിരുന്നു ടൈറ്റിൽ. അപ്പം സിയുടെ ഫസ്റ്റ് മലയാളം വെബ് സീരീസ് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മലയാളം പേര് തന്നെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് പേരുകൾ അയച്ചു. അതിലുള്ളൊരു പേരാണ് ഈ കമ്മട്ടവും. അത് പറയാൻ കാരണം നമ്മുടെ ഒരു പണത്തിനെ ബേസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശമില്ലാത്ത കാശ് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് കാശിനോടുള്ള ആർത്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിവൃത്തികേടായിരിക്കും. ഇത് മനസ്സിലാക്കിയ ഒരാളെ നമുക്ക് പല രീതിയിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ ഇതിനകത്തുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് കമ്മട്ടം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ. എല്ലാ ഇൻവെസ്റ്റിഗേഷനിലും ഉണ്ടല്ലോ, ഒന്നുകിൽ ആർത്തിയോ അല്ലെങ്കിൽ നിവൃത്തികേടോ ഇല്ലെങ്കിൽ ക്രൈംസ് ഇല്ല. അതെ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ഈ കമ്മട്ടം എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് എത്തിയത്. ഓണമാണ്, നാളെ തിരുവോണമാണ്. അപ്പോൾ ഓണാശംസകളും കൂടെ പ്രേക്ഷകരോട് പറഞ്ഞ് നമുക്ക് പിരിയാം. അതെ, നമ്മുടെ ഓണസദ്യയാണ് കമ്മട്ടം. നമ്മൾ ഒരുപാട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കിയെടുത്തൊരു സദ്യയാണ്. ആ സദ്യ നിങ്ങളുടെ മുന്നിലോട്ട് തരയാണ്. അത് കഴിക്കണം, നന്നായിട്ട് കഴിച്ച് അത് ആസ്വദിച്ചിട്ട്, അത് ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെടാത്ത കറികൾ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് സദ്യ അല്ലാതെ മറ്റൊന്നുമില്ല. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായാലും അവസാനം പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അത് നല്ലത് ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് ഷെയർ ചെയ്യും, എല്ലാവരെയും കാണും എന്നാണ് ആഗ്രഹം. ഈ വെബ് സീരീസ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഏത് പ്രൊഡക്റ്റും നന്നായി വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് വലിയ വിജയമാകട്ടെ, ഓരോ എപ്പിസോഡിലും ആൾക്കാരിങ്ങനെ കാത്തിരുന്ന് കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകളും കൂടെ നേരുകയാണ്. ഇത്രയും സമയം സി മലയാളം ന്യൂസിനൊപ്പം ചെലവിട്ടതിൽ നന്ദി.